ഇമ്മാനുവൽ കത്തീഡ്രൽ മലയാള സൺഡേ സ്കൂൾ ടീച്ചേഴ്സായ ഞങ്ങൾ ഈ ഫാമിലി സൺഡേ ആഘോഷത്തിന്റെ ഇടയിൽ അല്പസമയത്തിലേക്ക് ബഥാനിയിലെ ഭവനത്തിലേക്ക് സസന്തോഷം ക്ഷണിക്കുന്നു. ഞങ്ങൾ കാഴ്ചവെക്കുന്നു ബഥാനിയിലെ ഭവനം. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള പടകിലുണ്ട്. ദൈവമേ, സമയം പോയല്ലോ. ഇവിടുത്തെ വീട്ടുജോലി ഒന്നും തീർന്നിട്ടില്ല. പണിയൊന്ന് തീർന്നിരുന്നെങ്കിൽ എനിക്കും കൂടി യേശുവിൻ്റെ പ്രസംഗം കേൾക്കാൻ പോകാമായിരുന്നു. പക്ഷേ അതെങ്ങനാ? ദേ ഒരുത്തിയിരിക്കുന്നു, 24 മണിക്കൂറും പ്രാർത്ഥന മാത്രം. അതിനെന്താ മാർത്തേ, നമുക്ക് ഒരുമിച്ച് പോകാം പ്രസംഗത്തിന്. തീ കത്തിക്കാ, എന്നിൽ തീ കത്തിക്കാ, സ്വർഗീയ രാജാവേ തീ കത്തിക്കാ. നീ ഇവിടെ പാട്ടും പാടി തീയും കത്തിച്ചോണ്ടിരുന്നാൽ പണി തീരുമോ? മറന്നുപോയോ നീ യേശുവിനെ ഇവിടെ ഡിന്നറിന് ക്ഷണിച്ചിരുന്നത്? അപ്പോൾ ഞാനും കൂടി വന്നാൽ എങ്ങനെയാണ്? ഒരു 10-25 കൂട്ടം കറികളെങ്കിലും ഒരുക്കണ്ടേ? വെൽക്കം ഡ്രിങ്ക്സ് വേണം, അപ്പം വേണം, ഫിഷ് മോളി വേണം, ഐസ്ക്രീം വേണം. അങ്ങനെ എന്തൊക്കെ ഒരുക്കിയാലാ? മാർത്തേ, നമ്മൾ യേശുവിനെ അല്ലേ ഡിന്നറിന് ക്ഷണിച്ചിരിക്കുന്നത്? യേശുവിന് 10-25 കൂട്ടം കറികളൊന്നും വേണ്ട. നിനക്കറിയില്ലേ, അപ്പവും മീനുമാണ് ഗുരുവിനേറെ ഇഷ്ടം. അത്തിപ്പഴം കൂടെ ഉണ്ടെങ്കിൽ ഏറെ സന്തോഷമായി. ആഹാ, ലാസറച്ചായനിൽ എങ്ങോട്ടാ പോകുന്നത്? യേശുവിൻ്റെ പ്രസംഗം ഇവിടെ ഗലീല കടൽ തീരത്ത് നടക്കുന്നത് നീ മറന്നുപോയോ? വളരെ അത്ഭുതങ്ങളും രോഗശാന്തിയും അവിടെ നടക്കുന്നുണ്ട്. അന്ധർ കാണുന്നു, മുടന്തർ നടക്കുന്നു, വ്യാധികൾ മാറുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദിനങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ലാസറച്ചായ, എനിക്കും വരണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ യേശുവിനെ ഇന്ന് നമ്മൾ ഡിന്നറിന് വിളിച്ചിരിക്കുകയല്ലേ, മറന്നുപോയോ? ഇവിടുത്തെ പാചകങ്ങൾ ഒന്നും തീർന്നിട്ടില്ല. ഓ ശരി, എന്നാ മറിയേ, നീ വാ, നമുക്ക് പ്രസംഗം കേൾക്കാൻ പോകാം. നിൽക്ക്, പോകാൻ വരട്ടെ. ഈ ലിസ്റ്റിലുള്ള സാധനങ്ങൾ കൂടി മേടിച്ചു കൊണ്ട് വരണം. എന്താ മാർത്ത ഇത്? ഒരു സൂപ്പർ മാർക്കറ്റ് മുഴുവനും ഉണ്ടല്ലോ. അതെ അച്ചായ, ഇവിടെ കടുകില്ല, മുളകില്ല, ഉപ്പില്ല, ജ്യൂസുമില്ല, അത്തിപ്പഴവുമില്ല, ചിക്കനുമില്ല. അത്യാവശ്യ സാധനങ്ങൾ മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. ആ ശരി ശരി, വിവരിക്കണ്ട. പ്രസംഗം കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ ഇതെല്ലാം കൊണ്ടുവന്നോളാം. എന്നാൽ നമുക്ക് പോകാം ലാസറച്ചായ. മാർത്തേ, നിനക്ക് പറ്റുമെങ്കിൽ നീയും ഞങ്ങളുടെ കൂടെ വാ. ദേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എല്ലാവരും കൊടുത്തതിലും ഭംഗിയായി യേശുവിന് നമുക്ക് ഡിന്നർ കൊടുക്കണം. ഒട്ടും കുറയ്ക്കാൻ പാടില്ല. ഇവിടുത്തെ പണിയെല്ലാം ആര് ചെയ്യും? അതുകൊണ്ടേ നിങ്ങൾ അങ്ങ് പോയിട്ട് വാ. മാർത്തേ, യേശു ഗിരിപ്രഭാഷണത്തിൽ എന്താണ് പഠിപ്പിച്ചത് നീ ഓർക്കുന്നുണ്ടോ? മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ എന്നാണല്ലോ. അതൊക്കെ ശരി തന്നെ. ഒന്ന് ചീഞ്ഞാലല്ലേ മറ്റൊന്നിന് വളമാകൂ. ഇവിടുത്തെ പണി ഞാൻ തന്നെ ചെയ്യണം. എനിക്കെന്നും ഈ അടുക്കള തന്നെ ശരണം. എന്നാൽ ശരി, ഞാൻ പോട്ടെ. പിന്നില്ലേ, പോകുന്നതൊക്കെ കൊള്ളാം. ആരെങ്കിലും ഞാൻ എവിടെയെന്ന് ചോദിച്ചാൽ കൂടുതലൊന്നും വിസ്തരിക്കാൻ നിൽക്കണ്ട. സൂമിലോ യൂട്യൂബിലോ പ്രസംഗം കേൾക്കുന്നു എന്നങ്ങ് പറഞ്ഞാൽ മതി. ഓ ശരി ശരി. പിന്നെ സൂം എടുക്കുന്നവരോട് പ്രത്യേകം പറയണം, അവിടുത്തെ ഓഡിയൻസിനെ ഒന്നും കാണിക്കണ്ട, യേശുവിനെ മാത്രം കാണിച്ചാൽ മതി. പിന്നെ മറിയേ, അവിടെ അത്ഭുതങ്ങൾ വല്ലതും നടന്നാൽ നീ അപ്പോൾ തന്നെ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒന്ന് പോസ്റ്റ് ചെയ്തേക്കണേ. ഓ, ആരാണാവോ വന്നത്? ഓ ശലോമി, നീ ആയിരുന്നല്ലോ. നീ എന്താടി ഈ വഴിയൊക്കെ? വടിയും പിടിച്ച്. നല്ല വടിയാണല്ലോ.
ഇപ്പോൾ വടിയില്ലാതെ നിനക്ക് നടക്കാൻ പറ്റൂലേ? എടി ഇതേ നടക്കാൻ പാടില്ലാഞ്ഞിട്ടൊന്നുമല്ല, ഇത് മോശ ഉപയോഗിച്ച അംശവടിയാണ്. ഞാനിതേ നമ്മുടെ തോംസൺ ചാവുങ്കലില്ലേ, പുള്ളിയുടെ കയ്യിൽ നിന്നും വില കൊടുത്ത് വാങ്ങിയതാ. 100ഉം 200ഉം ഒന്നുമല്ല കൊടുത്തത്. നിനക്ക് കേൾക്കണോ ഇതിന്റെ വില? 25 ലക്ഷമാണ്. 25 ലക്ഷം. അയ്യോ, 25 ലക്ഷമോ? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ആ മാർത്തേ, സുഖമായിട്ടിരിക്കുന്നോ? നീ എന്ത് ചെയ്യുകയായിരുന്നു? ഞാനേ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുവായിരുന്നടി. ഹാ, എന്നാൽ നീ പ്രാർത്ഥിച്ചോ, ഞാൻ പിന്നെ വരാം. ആ നിൽക്ക്, പോകാൻ വരട്ടെ. പ്രാർത്ഥനയൊക്കെ പിന്നെ ആകാമല്ലോ. ഒത്തിരി നാളായല്ലോ നിന്നെ ഒന്ന് കണ്ടിട്ട്. ഓ, ഭയങ്കര തിരക്കായിരുന്നടി. അത് പോട്ടെ, നീ ഇന്ന് യേശുവിന്റെ പ്രസംഗം കേൾക്കാൻ പോയില്ലേ? നീ അറിഞ്ഞില്ലേ, ഞങ്ങളാണ് ഇന്ന് യേശുവിന് ഡിന്നർ കൊടുക്കുന്നത്. 5 സ്റ്റാർ ഡിന്നറാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സലോമി, നീ എന്താ പ്രസംഗത്തിന് പോവാതിരുന്നത്? അതിനെ ഈ പ്രസംഗം 1-2 ദിവസമാണോ ഉള്ളത്? 15 ദിവസമല്ലേ? പറയുന്നവർക്ക് അങ്ങനെ പറഞ്ഞാൽ പോരെ. പിള്ളേർക്കാണെങ്കിൽ ക്ലാസ്സും ട്യൂഷനും ഒക്കെയുണ്ട്. ഞാൻ വല്ല സൂമിലോ യൂട്യൂബിലോ ഒക്കെ കണ്ടോളാം. നീ പറ, എക്സാം ആണോ പ്രസംഗമാണോ വലുത്? അത് പിന്നെ എക്സാം അല്ലേ. എടി മാർത്തേ, ഇന്ന് ഫേസ്ബുക്ക് ചെക്ക് ചെയ്തായിരുന്നോ? ഇല്ലടി, ഞാൻ ഒരു അരമണിക്കൂർ മുമ്പ് നോക്കിയതേ ഉള്ളൂ. എന്താ സലോമി? ആ കൊച്ചുമോള് ദുബായിൽ പോയിട്ട് മനുഷ്യരെ എല്ലാം കാണിക്കാൻ കുറെ പടങ്ങൾ ഇട്ടിരിക്കുന്നു. അത് കണ്ടാൽ നീ അത്ഭുതപ്പെട്ടു പോകും. മാത്രമല്ല, ഫാമിലി കെയർ ടൂർ പോയതിൻ്റെ ഫോട്ടോ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. അവളുടെ ഒരു പത്രാസേ. ഞാൻ ലൈക്ക് അടിച്ചിട്ടൊന്നുമില്ല കേട്ടോ, നീയും ലൈക്ക് അടിക്കണ്ട കേട്ടോ. ഞാനൊന്ന് നോക്കട്ടെ എന്തായാലും. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ, വലിയ തിരക്കാടി. പിള്ളേർക്ക് ഓൺലൈനിൽ നീന്തൽ ക്ലാസ്സും ഓട്ട മത്സരവും ഒക്കെയുണ്ട്. എനിക്ക് സുംബ ഡാൻസും. ഈ അയ്യോ, എൻ്റെ വടി 1ഉം 2ഉമല്ല, 25 ലക്ഷമാ. ഉമ്മ 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 ഉമ്മ. ഈ ചെറിയ സ്ക്രീനിൽ ഒന്നും കാണുന്നില്ല. എന്നാ ഐപാഡ് എടുത്താലോ? അതാണെങ്കിൽ വലിയ സ്ക്രീനാണല്ലോ. പള്ളിയുടെ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ആണല്ലോ, പരസ്യമൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ പൗലോസ് അച്ചായൻ്റെ ബർത്ത്ഡേയുമാണ്. ഇവർക്കൊക്കെ ഏത് നേരവും എപ്പോഴും പോസ്റ്റ് ഇടാനേ നേരമുള്ളൂ. എന്തായാലും ഒന്ന് വിഷ് ചെയ്തേക്കാം. ഹാപ്പി ബർത്ത്ഡേ. ഓ, സാറയുടെ വെഡിങ് ആനിവേഴ്സറിയോ? 45 വർഷമായെന്നോ? കണ്ടാൽ അവൾക്കൊന്നും പ്രായം തോന്നുകയില്ല. അവളുടെ വീട്ടിലാണെങ്കിൽ എന്നും അടിയും ഇടിയും ബഹളമാണ്. എന്നാലും എൻ്റെ വക ഒരു വിഷിട്ടേക്കാം. ഹാപ്പി ആനിവേഴ്സറി. അയ്യോ, സമയം പോയത് അറിഞ്ഞില്ല. ഈ ഫേസ്ബുക്കിൽ നോക്കിയിരുന്നാൽ സമയം പോകുന്നത് അറിയില്ല. പണിയൊന്നും നടന്നിട്ടുമില്ല. ഓ, ആരൊക്കെയായി വരുന്നത്? സൂസന്നയും റബേക്കയും. വാ വാ, ഇരിക്ക്. മാർത്തേ, നിന്നെ മാത്രം യേശുവിൻ്റെ പ്രസംഗം കേൾക്കാൻ കണ്ടില്ലല്ലോ. ലാസറും മറിയും ഏറ്റവും മുമ്പിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നല്ലോ. യേശുവിനെ ഞങ്ങൾ ഇന്നിവിടെ ഡിന്നറിന് വിളിച്ചിട്ടുണ്ട്. ഞാൻ വേണ്ട ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ. എങ്ങനെയുണ്ടായിരുന്നു പ്രസംഗം? വളരെ അനുഗ്രഹിക്കപ്പെട്ട പ്രസംഗമായിരുന്നു. ഓ, എനിക്കത്ര അനുഗ്രഹമായൊന്നും തോന്നിയില്ല. 2 ദിവസമായി ഇത് തന്നെയല്ലേ കേൾക്കുന്നത്. ഇന്നലെയും മിനിഞ്ഞാന്നും ഇത് തന്നെയല്ലേ പറഞ്ഞത്. ഞാൻ ഇടയ്ക്കൊക്കെ അങ്ങ് ഉറങ്ങിപ്പോയി. അല്ലെങ്കിൽ നീ പ്രസംഗം കേൾക്കാൻ അല്ലല്ലോ വരുന്നത്. മറ്റ് സ്ത്രീകളുടെ സാരിയും സൗന്ദര്യമൊക്കെ വീക്ഷിക്കാനല്ലേ നീ വരുന്നത്. ഓ, നീ ഒന്ന് പോയെറിഞ്ഞ റബേക്കേ. അയ്യോ മാർത്തേ, നീ അപ്പടി വല്ലാതെ ഇരിക്കുന്നല്ലോ. നീ ഇപ്പൊ സ്കിൻ കെയർ ഒന്നും ചെയ്യുന്നില്ലേ? ബ്യൂട്ടി പാർലർ പോകാറില്ലേ? ഓ, എന്നാ പറയാനാ, ഈ അടുക്കളക്കാരത്തി എന്നാ ഒരുങ്ങാനാ. ആരെ കാണിക്കാനാ ഇതൊക്കെ? നിങ്ങൾ ഇരിക്ക്, ഞാൻ കാപ്പി എടുക്കാം. വേണ്ട മാർത്തേ, നിനക്ക് ഒത്തിരി പണികളുള്ളതല്ലേ. ഞങ്ങൾ ഇറങ്ങട്ടെ. ഓ, അത് സാരമില്ലെന്നേ. നിങ്ങൾ വല്ലപ്പോഴുമല്ലേ ഇവിടെ വരുന്നത്. ഇരിക്ക്. നിനക്ക് തിരക്കാണെങ്കിൽ നീ അങ്ങ് പോയിക്കോ. നീ നമ്മുടെ പള്ളിയിലെ എന്തെങ്കിലും കാര്യം അറിയുന്നുണ്ടോ മാർത്തേ?
അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഡയോസിസിലും നമ്മുടെ പള്ളിയിലും ഒക്കെ എന്തൊക്കെയാ നടക്കുന്നത്? ഞാൻ ഇതൊക്കെ എങ്ങനെ അറിയാനാ? മറിയ ഇവിടെ വന്നാൽ ആത്മീയ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ വല്ലപ്പോഴും പള്ളിയിലെ സെക്രട്ടറിയുടെ വാട്സാപ്പ് മെസ്സേജ് കണ്ടാണ് വല്ലതുമൊക്കെ അറിയുന്നത്. എന്നാലും ഞാൻ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. വാ, നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് പോകാം. മാർത്തയുടെ പണി നടക്കട്ടെ. യേശു പറഞ്ഞിട്ടില്ലേ, നമ്മൾ പറയുന്ന ഓരോ വാക്കിലും നാം വിശുദ്ധിയുള്ളവരായിരിക്കണമെന്ന്. ഓ, ഒരു വിശുദ്ധ വന്നിരിക്കുന്നു. മാർത്തേ, നിനക്ക് വല്ല സഹായം ആവശ്യമുണ്ടോ? ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം. എന്നാൽ കുറച്ച് വെജിറ്റബിൾ അനുസരിച്ച് അരിഞ്ഞു തരുമോ? അയ്യോ, ഇപ്പോഴാ ഞാൻ ഓർത്തത്. എൻ്റെ അച്ചായൻ ഓഫീസിൽ നിന്ന് വരാറായി. ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ, പിന്നെ കാണാം. ഓക്കെ, ബൈ. പിന്നെ അവളുടെ വെജിറ്റബിൾസ് അരിഞ്ഞിട്ട് വേണം നമ്മുടെ കയ്യിൽ കറയാക്കാൻ. എന്നാലും നമുക്ക് കുറച്ച് സഹായിക്കാമായിരുന്നു. നീ ഒന്നിങ്ങോട്ട് വാടി. മാർത്തേ, പണികളെല്ലാം എന്തായി? കഴിഞ്ഞോ? മറിയേ, എന്തു പറയാനാ, ഒന്നും കഴിഞ്ഞിട്ടില്ല. സമയം പോയത് അറിഞ്ഞില്ല. എന്തായാലും നീ എത്തിയല്ലോ, നമുക്ക് ഒരുമിച്ച് പണി തീർക്കാം. വേഗമാകട്ടെ. നാസറച്ചായ, ഞാൻ തന്ന ലിസ്റ്റിലെ സാധനങ്ങളൊക്കെ കിട്ടിയോ? ആ, നീ നോക്ക്, എല്ലാം ഇതിലുണ്ട്. എൻ്റെ മാർത്തേ, എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു നീ യൂട്യൂബും ഫേസ്ബുക്കും നോക്കിയിരുന്ന് സമയം കളഞ്ഞുകൊണ്ടിരിക്കുമെന്ന്. സമയം തക്കത്തിൽ ഉപയോഗിക്കണമെന്ന് യേശു നമ്മെ പഠിപ്പിച്ചത് നീ മറന്നുപോയോ? ദേ മറിയേ, നീ അധികം വിശുദ്ധിയൊന്നും ആകണ്ട. ഈ നാട്ടിലുള്ളവർക്കൊക്കെ അറിയാം ഇവിടെ ആരാ വീട്ടുപോലും ചെയ്യുന്നതെന്ന്. ഇതെല്ലാം പെട്ടെന്ന് അങ്ങോട്ട് കട്ട് ചെയ്തേ. ഇവളുമാരെ കൊണ്ടൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മിക്കവാറും സ്വിഗ്ഗി വഴി വല്ലത് ഓർഡർ ചെയ്യേണ്ടി വരും. ഇതാരാ ജോണച്ചായ? എന്തുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം തന്നെ. പീറ്ററച്ചായൻ വന്നില്ലേ? ഓ, പീറ്ററിന്റെ അമ്മായിയമ്മയ്ക്ക് പനി പിടിച്ച് കിടക്കുന്നതുകൊണ്ട് അവൻ വന്നില്ല. വല്ല നിപ്പയും ആയിരിക്കുമോ? അതൊന്നുമല്ല. അല്ലെങ്കിൽ ഈ അമ്മച്ചിക്ക് ഈയിടെയായി ഒരു ദൈവവിശ്വാസവുമില്ല. ആ ആട്ടെ, നീ വലിയ സദ്യയൊക്കെയാണ് ഒരുക്കിയിരിക്കുന്നതാണല്ലോ കേട്ടത്. യേശു വരുമെന്ന് കേട്ടിട്ട് ഈ വീടെന്താ ഒരു വൃത്തിയില്ലാതെ ഇങ്ങനെ കിടക്കുന്നത്? ദേ ജോണച്ചായ, എന്റെ വീട്ടിൽ വന്നിട്ട് എന്നെ കുറ്റം പറയുകയാണോ? ഇവിടെ ഞാൻ മാത്രമല്ലേ പണിയെടുക്കാനുള്ളൂ, ബാക്കി എല്ലാവരുമേ പ്രാർത്ഥനക്കാരാ. ആ ശരി ശരി, പെട്ടെന്നാകട്ടെ, യേശു വരാറായി. സിയോൻ മണാളനെ, ശാലേമിൻ പ്രിയനെ, സിയോൻ മണാളനെ, ശാലേമിൻ പ്രിയനെ, നിന്നെ കാണുവാൻ, നിന്നെ കാണുവാൻ, എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ. ദേ മറിയേ, എന്നെ ഒരുക്കുന്നു നീ നിൻ ഇങ്ങ് വാ. രാജ്യത്തിൽ വന്നു വാഴുവാൻ. മറിയേ, വായിങ്ങോട്ട് ഒന്ന് സഹായിക്ക്, പണിയൊന്നും തീർന്നിട്ടില്ല. വിട്, എന്നെ വിട്. ഞാൻ അല്പസമയം യേശുവിന്റെ അടുക്കൽ ഇരിക്കട്ടെ. ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത്? ഗുരു, ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നത് അങ്ങ് കാണുന്നില്ലേ? അങ്ങയ്ക്ക് ഒരു വിഷമവും തോന്നുന്നില്ലേ? എന്നെ ഒന്ന് സഹായിക്കുവാൻ ഈ മറിയോട് ഒന്ന് പറയുമോ? മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങിയിരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അതാരും അവളിൽ നിന്ന് എടുത്തു കളയുകയുമില്ല. ഒരു മനുഷ്യൻ സർവ്വലോകം നേടുകയും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുകയും ചെയ്താൽ അവന് എന്ത് പ്രയോജനം? നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും. നിങ്ങൾ അധരം കൊണ്ടെന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ ഹൃദയം കൊണ്ട് എന്നോട് അകന്നിരിക്കുന്നു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. ഗുരു, യേശുനാഥ, എന്നോട് ക്ഷമിക്കണമേ. നിന്നിഷ്ടം ദേവാ ആയിടട്ടെ, ഞാനോ മൺപാത്രം നിൻ കരത്തിൽ, നിൻ പാദത്തിൽ ഞാൻ കാത്തിരിക്കും.
ബഥാനിയയിലെ ഈ ഭവനത്തിൽ അരങ്ങേറിയ ഈ രംഗം ക്രിസ്ത്യാനികളായ നമുക്ക് ഒരുപാട് പാഠങ്ങൾ പകർന്നു നൽകുന്നില്ലേ? കർത്താവിന് വേണ്ടിയാണെന്ന് പറഞ്ഞ് പലതും നാം ചെയ്യുമ്പോഴും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ പോകുന്നുണ്ടോ? ഈ ഫാമിലി സൺഡേ ദിനത്തിൽ നമ്മോട് തന്നെ ചോദിക്കാം, നാം മാർത്തയെ പോലെയോ മറിയെ പോലെയോ? താങ്ക് യു. താങ്ക് യു.